അല്ലെ, ഈ രാഹുൽ മാങ്കൂട്ടം വിഷയത്തിൽ ഭിന്നാഭിപ്രായമൊന്നുമില്ല. APC പ്രസിഡന്റ് തന്നെയല്ലേ രാഹുൽ മാങ്കൂട്ടത്തിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയത്. എല്ലാ നേതാക്കന്മാരുമായിട്ട് ആലോചിച്ചിട്ട് അദ്ദേഹം തന്നെയാണ് പുറത്താക്കിയത്. അദ്ദേഹത്തിന്റെ കയ്യിൽ കിട്ടിയ പരാതിയല്ലേ അദ്ദേഹം ഒരല്പം നേരം പോലും കയ്യിൽ വെച്ചുകൊണ്ടിരിക്കാതെ നേരെ DGPക്ക് കൈമാറിയത്. പിന്നെ ആസൂത്രിതമാണ് എന്നുള്ള അഭിപ്രായം ശരിയല്ല. ആസൂത്രിതമാണ് എന്ന് പറഞ്ഞതിന് ഞാൻ ഒരു കാരണവശാലും യോജിക്കുന്നില്ല. മറിച്ച് നമ്മൾ ചെയ്തിട്ടുള്ള, കോൺഗ്രസ് കാണിച്ചിട്ടുള്ള മാതൃക അത് എടുത്തു പറയേണ്ടതുമാണ്. കേരളത്തിലെ മുഖ്യമന്ത്രി പോലും ഇവിടെയുള്ള ജനങ്ങളുടെ ജീവനും സ്വത്തിനും ഒക്കെ സംരക്ഷണം നൽകണമെന്ന് ഭരണഘടന പറയുമ്പോൾ മുഖ്യമന്ത്രി കൈ കിട്ടിയ പരാതി അത് മറച്ചു വെച്ചില്ലേ, അതേക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യേണ്ടത്. അല്ല, തെറ്റ് ശരിയെന്നുള്ളതല്ല. ആസൂത്രിതം എന്നുള്ള വാക്ക് അദ്ദേഹം ഒരുപക്ഷെ ബോധപൂർവമായിട്ട് വന്ന വാക്കായിരിക്കില്ല. അത് ആസൂത്രിതം എന്നുള്ള വാക്ക് സംസാര മധ്യേ വന്നു പോയതായിരിക്കും എന്നാണ് ഞാൻ കരുതുന്നത്. അദ്ദേഹം തന്നെയല്ലേ നടപടിയെടുത്തത്, മാതൃക കാണിച്ചത്. അല്ല, ഡ്രാഫ്റ്റ് ചെയ്ത് തന്നെയല്ലേ പരാതി കൊടുക്കേണ്ടത്. അദ്ദേഹം സ്വാഭാവികമായിട്ടൊരു അഭിഭാഷകൻ എന്നുള്ള നിലയിൽ അതിന്റെ ഭാഷാശൈലിയെ സംബന്ധിച്ച് പറഞ്ഞതായിരിക്കാം. പരാതി കൊടുക്കുമ്പോൾ നമ്മൾ തികഞ്ഞ അവധാനതയോടുകൂടി തന്നെയല്ലേ കൊടുക്കേണ്ടത്. അല്ലാതെ എന്തെങ്കിലും ഒരു കടലാസിൽ എഴുതി കോടതിയിൽ കൊടുക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിനെ സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള നിയമവശങ്ങളൊക്കെ പരിശോധിച്ചുകൊണ്ടുള്ള ഒരു പരാതി എന്നുള്ളത് പോസിറ്റീവായിട്ടായിരിക്കും അദ്ദേഹം വെൽ ഡ്രാഫ്റ്റഡ് എന്ന് ഉപയോഗിച്ചതെന്ന് ഞാൻ കരുതുകയാണ്.